ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് സ്റ്റാക്ക് യൂസ് ചെയ്ത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്നുള്ളതാണ്. ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യും, ഒരു സ്റ്റാക്കും ഒരു ബൂളിയൻ അരയും. സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ ട്രാവൽ ചെയ്യാൻ എടുത്ത നോഡിന്റെ അൺവിസിറ്റഡ് ആയിട്ടുള്ള അഡ്ജസന്റ് നോഡ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. ബൂളിയൻ അര ഉപയോഗിക്കുന്നത് നമ്മളൊരു നോഡ് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അര ഉപയോഗിക്കുന്നത്. ആ അരയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര് വിസിറ്റഡ് എന്നാണ്. വിസിറ്റഡ് ഓഫ് ഐ എന്ന് ജനറലായിട്ട് പറയുമെങ്കിലും വിസിറ്റഡ് ഓഫ് 1 മുതൽ n വരെ നോഡുകൾ ഉണ്ടാവും. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നോഡ്സ് എത്ര ഉണ്ടോ അത്രയും നോഡ്സുകൾ ഉണ്ടാവും. ഈ വിസിറ്റഡ് ഓഫ് ഐ എന്ന് പറയുന്ന അരയിലെ വാല്യൂസ് ഇനിഷ്യലി ഫോൾസ് ആയിരിക്കും. ഓരോ ടൈമിലും നമ്മൾ നോഡുകൾ വിസിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ അരയിലെ വാല്യൂസ് ട്രൂ ആക്കിക്കൊണ്ടിരിക്കും. വിസിറ്റ് ഓഫ് 1 ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് 1 എന്ന് പറയുന്ന നോഡ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. വിസിറ്റ് ഓഫ് 2 ഈക്വൽ ടു ഫോൾസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് 2 എന്ന് പറയുന്ന നോഡ് നമ്മൾ ഇതുവരെയും വിസിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇനിഷ്യലി സ്റ്റാക്കിലെ വാല്യൂ empty ആയിരിക്കും എന്ന് പറഞ്ഞാൽ ടോപ്പിന്റെ വാല്യൂ -1 ആയിരിക്കും. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, സ്റ്റാക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഔട്ട് ഡാറ്റ സ്ട്രക്ചർ ആണ്. അതിനൊരു എൻഡേ ഉള്ളൂ. ആ എൻഡ് വഴിയിട്ട് തന്നെ ആയിരിക്കും നമ്മൾ അതിനകത്തോട്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നതും ഡാറ്റ എടുക്കുന്നതും അല്ലെങ്കിൽ പുഷ് ചെയ്യുന്നതും പോപ്പ് ചെയ്യുന്നതും. ആ ഒരു എൻഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ടൈം ടോപ്പ്. ഇനിഷ്യലി സ്റ്റാക്ക് empty ആയതുകൊണ്ട് ടോപ്പിന്റെ വാല്യൂ -1 ആയിരിക്കും. ഡാറ്റ ഇടുന്നതിനനുസരിച്ച്, അതായത് പുഷ് ചെയ്യുന്നതിനനുസരിച്ച് ടോപ്പിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും. പോപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ടോപ്പിന്റെ വാല്യൂ മൈനസ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമ്മൾ DFSന്റെ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ അതിനകത്തൊരു 4 കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാനുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റാർട്ടിംഗ് നോഡ്, നമ്മളൊരു ഗ്രാഫിൽ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് നോഡ് ഉണ്ടാവും. ഏതെങ്കിലും ഒരു നോഡാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് നോഡായിട്ട് എടുക്കുന്നത്. ആ സ്റ്റാർട്ടിംഗ് നോഡിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത് സ്റ്റാക്കിന്റെ ടോപ്പ് എലമെന്റിനെ പോപ്പ് ചെയ്യാം. സ്റ്റാക്കിനകത്ത് ടോപ്പ് എലമെന്റ് നമുക്ക് എപ്പോഴും പോപ്പ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഇന്നായിട്ടുള്ള എലമെന്റിനെ മാത്രമേ നമുക്ക് പോപ്പ് ചെയ്യാൻ പറ്റൂ. ലാസ്റ്റ് എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടേമാണ് ടോപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത് സ്റ്റാക്കിന്റെ ടോപ്പ് എലമെന്റിനെ പോപ്പ് ചെയ്യാം. പോപ്പ് ചെയ്തതിന് ശേഷം ആ പോപ്പ് ചെയ്ത നോഡ് വിസിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രാവൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യുക. ഓൾറെഡി ട്രാവൽ ചെയ്ത നോഡാണെന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യുക. നമ്മൾ ട്രാവൽ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ട്രാവേഴ്സ് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ആ നോഡിന്റെ വിസിറ്റഡ് എന്ന് പറയുന്ന അരയിലെ വാല്യൂ ട്രൂ ആക്കുക. അപ്പൊ സ്റ്റെപ്പ് 2 ചെയ്ത കാര്യങ്ങൾ ഇതാണ്. ടോപ്പ് എലമെന്റിനെ, സ്റ്റാക്കിന്റെ ടോപ്പ് എലമെന്റിനെ പോപ്പ് ചെയ്തു. ഈ പോപ്പ് ചെയ്ത എലമെന്റ് ട്രാവൽ ചെയ്തിട്ടില്ല എങ്കിൽ ട്രാവൽ ചെയ്യുക. ഓൾറെഡി ട്രാവൽ ചെയ്ത നോഡാണെന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യുക. നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ നോഡിന്റെ വിസിറ്റ് ഓഫ് ആ നോഡ് എന്ന് പറയുന്ന വാല്യൂ ഫോൾസ് ആയിരിക്കും. അത് മാറ്റി ട്രൂ ആക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം തേർഡ് സ്റ്റെപ്പിലോട്ട് പോയി. തേർഡ് സ്റ്റെപ്പിൽ പറയുന്നത് നമ്മൾ ആ പോപ്പ് ചെയ്ത നോഡിന്റെ, സെക്കൻഡ് സ്റ്റെപ്പിൽ പോപ്പ് ചെയ്ത നോഡിന്റെ എല്ലാ അൺവിസിറ്റഡ് അഡ്ജസന്റ് നോഡ്സിനെ ഈ പറയുന്ന സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ഒരു പക്ഷേ ഈ പുഷ് ചെയ്യാൻ പോകുന്ന അൺവിസിറ്റഡ് അഡ്ജസന്റ് നോഡ് നേരത്തെ തന്നെ ഈ സ്റ്റാക്കിനകത്തുണ്ടാവും എങ്കിൽ കൂടിയും ഒന്നുകൂടെ പുഷ് ചെയ്യണം. അത് ഈ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഫോർത്ത് സ്റ്റെപ്പ് പറയുന്നത് ഈ സെക്കൻഡ് സ്റ്റെപ്പും തേർഡ് സ്റ്റെപ്പും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, സ്റ്റാക്ക് empty ആകുന്നവരെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് സ്റ്റാക്ക് യൂസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഇപ്പൊ എക്സാമ്പിൾ പറയാൻ വേണ്ടി ഞാനിവിടെ ഒരു ഡയറക്റ്റഡ് ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ആ ഗ്രാഫിനകത്ത് 1 മുതൽ 9 വരെ നോഡ്സ് ഉണ്ട്. ഈ 1 മുതൽ 9 വരെ നോഡ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ അതിനകത്ത് ഓർക്കേണ്ട വേറൊരു കാര്യം, വിസിറ്റഡ് ഓഫ് 1 മുതൽ വിസിറ്റ് ഓഫ് 9 വരെ ഉണ്ട്. വിസിറ്റ് ഓഫ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, അങ്ങനെ 9 വരെ ഉണ്ട്. ഇനിഷ്യലി ഈ വിസിറ്റ് ഓഫ് 1 മുതൽ 9 വരെയുള്ള ഓരോ എലമെന്റിന്റെ വാല്യൂ ഫോൾസ് ആയിരിക്കും. നമ്മൾ ഓരോ നോഡുകളും വിസിറ്റ് ചെയ്യുന്നതനുസരിച്ച് ഫോൾസ് എന്നുള്ള വാല്യൂ
ട്രൂ ആക്കിക്കൊണ്ടിരിക്കും. ഈ അറേ ഒരു ബൂളിയൻ അറയാണ്. ബൂളിയൻ അറേ എന്ന് പറഞ്ഞാൽ അതിനകത്ത് രണ്ട് വാല്യൂ കാണത്തുള്ളൂ, ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇനി ഗ്രാഫിലോട്ട് വരാം. ഗ്രാഫിനകത്ത് ഞാൻ സ്റ്റാർട്ടിംഗ് നോഡ് 1 ആയിട്ട് എടുത്തുകൊണ്ട് സ്റ്റാക്ക് യൂസ് ചെയ്ത് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാം. അപ്പൊ സ്റ്റെപ്പ് 1 ഞാൻ ആദ്യം ചെയ്യാൻ പോണത് ഇതിന്റെ സ്റ്റാർട്ടിംഗ് നോഡ് 1 സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഇനിഷ്യലി സ്റ്റാക്ക് എം ടി ആയിരുന്നു. ആ എം ടി സ്റ്റാക്കിനകത്ത് ഇപ്പോൾ ഒരു എലമെന്റ് വന്ന്, ആ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്റ്റഡ് ഗ്രാഫിലെ സ്റ്റാർട്ടിംഗ് നോഡ് 1 ആണ്. അപ്പം സ്റ്റാർട്ടിംഗ് നോഡ് 1 ആയപ്പം ടോപ്പിന്റെ വാല്യൂ 0 ആയി. ടോപ്പിന്റെ വാല്യൂ എം ടി ആയിരുന്ന സമയത്ത് -1 ആയിരുന്നു. -1ന്റെ കൂടെ +1 കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇത് 0 ആവുന്നത്. അപ്പൊ ആ 0 കൊണ്ട് മീൻ ചെയ്യുന്നത് സ്റ്റാക്കിലെ 0th പൊസിഷനിൽ 1 ഉണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് 2 പോയി. 2 പറയുന്നത് നമ്മളിവിടെ ചെയ്യുന്നത് ഈ രണ്ടാമത്തെ സ്റ്റെപ്പിലൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോണത്. 2 ചെയ്ത് സ്റ്റാക്കിന്റെ ടോപ്പ് എലമെന്റിനെ പോപ്പ് ചെയ്തു. ഇവിടെ സ്റ്റാക്കിനകത്ത് ഒരു എലമെന്റേ ഉള്ളൂ, അത് തന്നെയാണ് അതിന്റെ ടോപ്പ് എലമെന്റും. അതിനെ പോപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്ന നോഡിനെ പോപ്പ് ചെയ്തു. പോപ്പ് ചെയ്തതിന് ശേഷം ആ നോഡിനെ വിസിറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ വിസിറ്റഡ് ഓഫ് 1 = എന്താക്കി, ട്രൂ ആക്കി. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ 1 പോപ്പ് ചെയ്ത ആ സമയത്ത് തന്നെ 1 അഡ്ജസന്റ് ആയിട്ടുള്ള വിസിറ്റ് ചെയ്യാത്ത നോഡുകൾ ഏതൊക്കെയുണ്ടെന്ന് നോക്കും. 1 അഡ്ജസന്റ് ആയിട്ടുള്ള നോഡുകൾ 2, 4, 5. ഈ പറയുന്ന 2ഉം 4ഉം 5 ഒന്നും വിസിറ്റ് ചെയ്യാത്ത നോഡുകളാണ്. ആ 2, 4, 5 എന്ന് പറയുന്ന നോഡുകളെ എല്ലാം സ്റ്റാക്കിനകത്തോട്ട് പുഷ് ചെയ്തു. ഈ 2, 4, 5 നോഡുകളെ എല്ലാം സ്റ്റാക്കിനകത്തോട്ട് പുഷ് ചെയ്തു. അങ്ങനെ സ്റ്റാക്ക് എലമെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ 1 ഉണ്ടായിരുന്നു, അതിനെ പോപ്പ് ചെയ്തു. പോപ്പ് ചെയ്തതിന് ശേഷം 1 അഡ്ജസന്റ് ആയിട്ടുള്ള 2നെയും 4നെയും 5നെയും സ്റ്റാക്കിൽ പുഷ് ചെയ്തു. അപ്പൊ സ്റ്റാക്കിൽ എലമെന്റ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ 3 എലമെന്റ് ഉണ്ട്. 0th പൊസിഷനിൽ 5 ഉണ്ട്, 1ൽ 4 ഉണ്ട്, 2ൽ ഈ 2 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ടോപ്പിന്റെ വാല്യൂ 2 എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയുന്ന പൊസിഷനിലെ എലമെന്റ് ആണ് ഈ സ്റ്റാക്കിലെ ലാസ്റ്റ് വന്ന എലമെന്റ്സ്. ഈ സ്റ്റെപ്പ് 2 എന്ന് പറയുന്ന ഓപ്പറേഷൻ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ട്രാവൽ ചെയ്ത നോഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരു നോഡ് മാത്രമേ ഉള്ളൂ, അത് 1. അടുത്ത സ്റ്റെപ്പിലോട്ട് പോയി അവിടെ ചെയ്യേണ്ട ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സ്റ്റാക്ക് എം ടി ആകുന്നത് വരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, 2ഉം 3. സ്റ്റെപ്പ് 3 പോയി. ഈ സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ ഈ 3 അല്ല, ഈ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നതിനകത്ത് ഈ 2ഉം 3ഉം വരും. സ്റ്റെപ്പ് 3 സ്റ്റാക്കിന്റെ ടോപ്പ് എലമെന്റിനെ പോപ്പ് ചെയ്യണം. ഇപ്പൊ സ്റ്റാക്കിന്റെ ടോപ്പ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഈ 2 ആണ്. അതിനെ പോപ്പ് ചെയ്തു. പോപ്പ് ചെയ്തതിന്റെ കൂടെ തന്നെ അതിനെ ട്രാവൽ ചെയ്യും. അതിന്റെ കൂടെ തന്നെ ആ 2ന് അഡ്ജസന്റ് ആയിട്ടുള്ള വിസിറ്റ് ചെയ്യാത്ത നോഡുകളെല്ലാം സ്റ്റാക്കിനകത്ത് പുഷ് ചെയ്യണം. 2ന് അഡ്ജസന്റ് ആയിട്ടുള്ള നോഡുകൾ നോക്കുകയാണെങ്കിൽ 3ഉം 5ഉം. ഈ 3ഉം 5ഉം നമ്മൾ വിസിറ്റ് ചെയ്ത നോഡുകളല്ല. വിസിറ്റ് ചെയ്ത നോഡ് ആകെ 1 മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ 3ഉം 5ഉം സ്റ്റാക്കിനകത്ത് പുഷ് ചെയ്യണം. ആ പുഷ് ചെയ്യുന്നതിന് മുമ്പേ വിസിറ്റഡ് ഓഫ് 2 എന്ന് പറയുന്ന ട്രൂ ആക്കി. അതായത് നമ്മൾ സ്റ്റാക്കിൽ നിന്നും പോപ്പ് ചെയ്ത 2ന്റെ വിസിറ്റഡ് എന്ന് പറയുന്ന വാല്യൂ ട്രൂ ആക്കി. നേരത്തെ അത് ഫോൾസ് ആയിരുന്നു, അതിപ്പോൾ ട്രൂ ആയി. എന്ന് വെച്ചാൽ 2 എന്ന് പറയുന്ന നോഡ് നമ്മൾ വിസിറ്റ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ഇപ്പോൾ വരെ 2 നോഡുകളെ വിസിറ്റ് ചെയ്തിട്ടുള്ളൂ, 1ഉം 2ഉം. ഇപ്പൊ 2ന് അഡ്ജസന്റ് ആയിട്ടുള്ള വിസിറ്റ് ചെയ്യാത്ത 3 ഉണ്ട്, 5 ഉണ്ട്. ആ 3നെയും 5നെയും സ്റ്റാക്കിനകത്തോട്ട് പുഷ് ചെയ്തു. അപ്പൊ സ്റ്റാക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 എടുത്തതിന് ശേഷമുള്ള 5ഉം 4ഉം ഉണ്ട്. ഇപ്പൊ പുഷ് ചെയ്ത 5ഉം 3ഉം ഉണ്ട്. അപ്പൊ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ 5ഉം 3ഉം പുഷ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ 5 എന്ന് പറയുന്ന എലമെന്റ് സ്റ്റാക്കിനകത്തുണ്ട്. അത് സ്റ്റാക്കിനകത്ത് ഉണ്ടെങ്കിൽ കൂടിയും ഈ 5നെ ഒന്നുകൂടെ പുഷ് ചെയ്യണം. അത് നേരത്തെ നമ്മൾ ആ പ്രൊസീജിയറിനകത്ത് പറഞ്ഞൊരു കാര്യമാണ്. പുഷ് ചെയ്യുന്നിടത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണെങ്കിൽ കൂടിയും അത് പുഷ് ചെയ്യണമെന്നുള്ളത്. അപ്പൊ ഈ സ്റ്റെപ്പ് 3 കഴിഞ്ഞപ്പോൾ ട്രാവേഴ്സൽ നോഡുകൾ എന്ന് പറഞ്ഞാൽ 1ഉം ഉണ്ട്, 2ഉം ഉണ്ട്. വീണ്ടും നമ്മൾ ഈ പറയുന്ന 2ഉം 3ഉം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി അടുത്ത സ്റ്റെപ്പിലോട്ട് പോയി. സ്റ്റെപ്പ് 4 അവിടെ നമ്മൾ ചെയ്തു. നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്റ്റാക്കിലെ ടോപ്പ് എലമെന്റിനെ പോപ്പ് ചെയ്തു. സ്റ്റാക്കിലെ ടോപ്പ് എലമെന്റ് എന്ന് പറഞ്ഞാൽ 3. ആ 3നെ നമ്മൾ പോപ്പ് ചെയ്തു. പോപ്പ് ചെയ്തിട്ട് അതിന്റെ കൂടെ എന്ത് ചെയ്യണം,
ഈ 3ന് അഡ്ജസന്റ് ആയിട്ടുള്ള വിസിറ്റ് ചെയ്യാത്ത ഏതൊക്കെ നോഡുകളുണ്ടോ അതിനെല്ലാം സ്റ്റാക്കിനകത്ത് പുഷ് ചെയ്യണം. 3ക്ക് അഡ്ജസന്റ് ആയിട്ട് ഒരു നോഡേ ഉള്ളൂ, അത് 6 ആണ്. അത് വിസിറ്റ് ചെയ്യാത്ത നോഡാണ്. കാരണം വിസിറ്റ് ചെയ്ത നോഡ് ഏതൊക്കെയുള്ളൂ, 1ഉം 2ഉം ഉള്ളൂ. അത് വിസിറ്റ് ചെയ്യാത്ത നോഡാണ്. അതിനെ നമ്മൾ എവിടെ പുഷ് ചെയ്യണം, സ്റ്റാക്കിൽ പുഷ് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്ത നോഡ് 3 ആ. ഈ സ്റ്റാക്കിൽ നിന്നും പോപ്പ് ചെയ്യുന്ന നോഡിനെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ട്രാവൽ ചെയ്ത നോഡ് 3 ആണ്. അതുകൊണ്ട് വിസിറ്റ് ഓഫ് 3 എന്ന് പറയുന്നത് ട്രൂ ആക്കി. സ്റ്റാക്കിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന 5ഉം 4ഉം 5ഉം 5 4 5 അതേപോലെ ഉണ്ട്. 3നെ നമ്മളിവിടെ പോപ്പ് ചെയ്തു. ആ സ്ഥലത്തേക്ക് നമ്മൾ പുതിയ നോഡ് 6നെ ഇൻസേർട്ട് ചെയ്തു, പുഷ് ചെയ്തു. അങ്ങനെ പുഷ് ചെയ്തതിന് ശേഷം സ്റ്റാക്കിനകത്ത് ഇപ്പം മൊത്തവും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 എലമെന്റ് ആണുള്ളത്. 0th പൊസിഷൻ ഇത് 1, ഇത് 2th പൊസിഷൻ, ഇത് തേർഡ് പൊസിഷനിലാണ് 6 ഉള്ളത്. അതാണ് ടോപ്പ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വന്ന എലമെന്റ് 6. ആ സമയത്ത് ട്രാവേഴ്സൽ നോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ 1ഉം 2ഉം ഉള്ളായിരുന്നു. ഇപ്പൊ ആരുടെ വന്നു, 3 കൂടെ വന്നു. ഇപ്പൊ ഈ അൽഗോരിതം തൊട്ട് മുമ്പേ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ക്യൂലോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു നോഡുകളെ ട്രാവൽ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് സ്റ്റാക്കിൽ നിന്നും പോപ്പ് ചെയ്യുന്ന സമയത്താണ്. സ്റ്റാക്കിൽ നിന്ന് എടുക്കുമ്പോഴാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. മറ്റിടത്ത് BFSനകത്താണെങ്കിൽ ക്യൂലോട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോഴായിരുന്നു ട്രാവൽ ചെയ്യുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, അടുത്ത നമ്മൾ സ്റ്റെപ്പ് 5ലോട്ട് പോയി. സ്റ്റെപ്പ് 5 പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാക്കിന്റെ ടോപ്പ് എലമെന്റിനെ പോപ്പ് ചെയ്യണം. ഇപ്പൊ സ്റ്റാക്കിന്റെ ടോപ്പ് എലമെന്റ് എന്ന് പറഞ്ഞാൽ 6 ആണ്. 6നെ പോപ്പ് ചെയ്തു. പോപ്പ് ചെയ്തതിന് ശേഷം അത് ട്രാവൽ ചെയ്യും. ട്രാവൽ ചെയ്യുമ്പം വിസിറ്റ് ഓഫ് 6 എന്ന് പറയുന്നത് ട്രൂ ആവും. അതിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം ചെയ്യേണ്ടത് 6ന് അഡ്ജസന്റ് ആയിട്ടുള്ള വിസിറ്റ് ചെയ്യാത്ത നോഡുകളെയൊക്കെ സ്റ്റാക്കിൽ പുഷ് ചെയ്യണം. നമ്മൾ 6ന് അഡ്ജസന്റ് ആയിട്ടുള്ള നോഡുകൾ പോയി നോക്കി. പക്ഷെ അങ്ങനെ ഒരു നോഡുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാനൊന്നുമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്റ്റാക്കിൽ നേരത്തെ ഉണ്ടായിരുന്ന എലമെന്റ്സ് ഒക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ നേരത്തെ 5 ഉണ്ടായിരുന്നു, 4 ഉണ്ടായിരുന്നു, 5 ഉണ്ടായിരുന്നു, ഒരു 6 കൂടെ ഉണ്ടായിരുന്നു. ആ 6നെയാണ് നമ്മൾ പോപ്പ് ചെയ്തത്. പുതിയതായിട്ട് എലമെന്റ് ഒന്നും പുഷ് ചെയ്തിട്ടില്ല. അങ്ങനെ വരുമ്പം സ്റ്റാക്കിന്റെ ടോപ്പിലെ വാല്യൂ 2 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇത് 0th പൊസിഷൻ, ഇത് 1, ഇത് 2. ഈ 2 എന്ന് പറയുന്ന പൊസിഷനിലെ 5 ആണ് സ്റ്റാക്കിൽ ലാസ്റ്റ് വന്നിരിക്കുന്ന എലമെന്റ്. ട്രാവേഴ്സൽ നോഡുകൾ ഏതൊക്കെയായിരുന്നു നോക്കിയാൽ നേരത്തെ 1ഉം 2ഉം 3ഉം ഉണ്ടായിരുന്നു. ഇപ്പോൾ 6 എന്ന് പറയുന്ന എലമെന്റ് പോപ്പ് ചെയ്തതിനു ശേഷം 6 എന്ന് പറയുന്ന നോഡുകൂടെ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് 6ലോട്ട് പോയി. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സ്റ്റാക്കിലെ ടോപ്പ് എലമെന്റിനെ നോക്കണം. സ്റ്റാക്കിലെ ടോപ്പ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 ആണ്. ആ 5നെ പോപ്പ് ചെയ്തു. പോപ്പ് ചെയ്തതിന് ശേഷം ആ 5 ട്രാവൽ ചെയ്യണം. ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ വിസിറ്റ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ ട്രൂ ആക്കും. അതിന്റെ കൂടെ തന്നെ ഈ 5ന് അഡ്ജസന്റ് ആയിട്ടുള്ള വിസിറ്റ് ചെയ്യാത്ത നോഡുകളെല്ലാം സ്റ്റാക്കിൽ പുഷ് ചെയ്യണം. നമ്മൾ 5ന് അഡ്ജസന്റ് ആയിട്ടുള്ള നോഡുകൾ നോക്കുക. 5ന് അഡ്ജസന്റ് ആയിട്ടുള്ള നോഡ് 6 ഉണ്ട്, 8 ഉണ്ട്. അതിൽ വിസിറ്റ് ചെയ്യാത്ത നോഡിനെയാണ് സ്റ്റാക്കിൽ പുഷ് ചെയ്യേണ്ടത്. ഈ 6 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി വിസിറ്റ് ചെയ്ത ട്രാവേഴ്സൽ നോഡ് 6 ഉണ്ടായിരുന്നു. 6 ഓൾറെഡി വിസിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ വിസിറ്റ് ഓഫ് 6 എന്ന് പറയുന്നത് ട്രൂ ആക്കി വെച്ചേക്കുക. വിസിറ്റ് ചെയ്യാത്ത നോഡ് ആരേ ഉള്ളൂ, 8 ഉള്ളൂ. അതുകൊണ്ട് സ്റ്റാക്കിൽ ആരെ മാത്രം പുഷ് ചെയ്താൽ മതി, 8നെ മാത്രം പുഷ് ചെയ്താൽ മതി. അങ്ങനെ വരുമ്പം സ്റ്റാക്ക് മോഡിഫൈ ചെയ്യും. നേരത്തെ 5 4 5 ഉണ്ടായിരുന്നു. ആ 5നെ പോപ്പ് ചെയ്തു. അതിനുശേഷം 5ന് അഡ്ജസന്റ് ആയിട്ടുള്ള വിസിറ്റ് ചെയ്യാത്ത 8നെ പുഷ് ചെയ്തു. അപ്പോൾ സ്റ്റാക്കിലെ നോട്ട്സ് ഇതൊക്കെയാവും 5 4 8. 3 എലമെന്റ്. 0th പൊസിഷനിൽ 5, ഇത് 1th പൊസിഷൻ, ഇത് 2th പൊസിഷൻ. അപ്പോൾ ഇതിനകത്തുള്ള ടോപ്പ് എലമെന്റ് എന്ന് പറഞ്ഞാൽ 2th പൊസിഷനുള്ള 8. ഇനി ഒരു എലമെന്റ് എടുക്കുകയാണെങ്കിൽ 8നെ ആയിരിക്കും എടുക്കുന്നത്. ട്രാവേഴ്സൽ നോഡുകൾ നോക്കുകയായിരുന്നെങ്കിൽ നേരത്തെ ഉള്ള 1 2 3 6 അതേപോലെ അവിടെ ഉണ്ട്. അത് കൂടാതെ ഇപ്പോൾ ഒരു നോഡൂടെ നമ്മൾ 6ാമത്തെ സ്റ്റെപ്പിൽ പോപ്പ് ചെയ്ത 5 എന്ന് പറയുന്ന നോഡൂടെ വരും. അടുത്ത സ്റ്റെപ്പിലോട്ട് പോയി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. സ്റ്റാക്കിന്റെ ടോപ്പ് എലമെന്റ് അതായത് 8നെ പോപ്പ് ചെയ്തു. ആ 8ന് അഡ്ജസന്റ് ആയിട്ടുള്ള വിസിറ്റ് ചെയ്യാത്ത നോഡുകളെല്ലാം പുഷ് ചെയ്യണം. വിസിറ്റഡ് ഓഫ് 8 എന്ന് പറയുന്ന ട്രൂ ആക്കണം. 8ന് അഡ്ജസന്റ് ആയിട്ടുള്ള നോഡ് നോക്കുകയാണെങ്കിൽ 9 എന്ന് പറയുന്നത് ഇതുവരെ വിസിറ്റ് ചെയ്യാത്ത നോഡാണ്. ആ 9നെ നമ്മൾ സ്റ്റാക്കിനകത്തോട്ട് പുഷ് ചെയ്തു. സ്റ്റാക്ക് തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ 5ഉം 4ഉം 8 വരുന്ന സ്റ്റാക്ക് എലമെന്റ് 8നെ പോപ്പ് ചെയ്ത് അഡ്ജസന്റ് നോഡ് 9നെ പുഷ് ചെയ്തു. സ്റ്റാക്കിലെ എലമെന്റ് നോക്കുകയാണെങ്കിൽ 5ഉം 4ഉം 9ഉം, ടോപ്പിലെ എലമെന്റ് 9.
ട്രാവേഴ്സൽ നോഡ് നോക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന 1 മുതൽ 5 വരെ അതേപോലെ ഉണ്ട്. അതിൻ്റെ കൂടെ പുതിയൊരു നോഡ് 8 എന്ന് പറയുന്ന നോഡിനെ കൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിലോട്ട് പോയി അവിടെ നമ്മൾ ചെയ്യുന്നത് സ്റ്റാക്കിന്റെ ടോപ്പിലെ എലമെന്റ് അതായത് 9 പോപ്പ് ചെയ്തു. ആ 9 അഡ്ജസന്റ് ആയിട്ടുള്ള നോഡുകളെ കണ്ടുപിടിച്ചിട്ട് വിസിറ്റ് ചെയ്യാത്ത നോഡുകളെ കണ്ടുപിടിച്ചിട്ട് പുഷ് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ വിസിറ്റ് ഓഫ് 9 എന്ന് പറയുന്നത് ട്രൂ ആക്കണം. 9 അഡ്ജസന്റ് ആയിട്ടുള്ള നോഡുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോഡുകളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിനകത്തോട്ട് പുഷ് ചെയ്യാൻ എലമെന്റുകളൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ സ്റ്റാക്കിലെ എലമെന്റ്സ് 9 പോപ്പ് ചെയ്തതിന് ശേഷം 5ഉം 4ഉമായി ടോപ്പിലെ വാല്യൂ 1 ആയി എന്ന് പറഞ്ഞാൽ 5 എന്ന് പറയുന്നത് 0th പൊസിഷൻ, 4 എന്ന് പറഞ്ഞാൽ 1th പൊസിഷൻ. ഈ 1th പൊസിഷനുള്ള 4 ആണ് ഇപ്പോൾ സ്റ്റാക്കിലെ ലാസ്റ്റ് വന്ന എലമെന്റ്. ട്രാവേഴ്സൽ നോഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ തൊട്ട് മുമ്പേ ഉണ്ടായിരുന്ന 1 മുതൽ 8 വരെ അതേപോലെ ഉണ്ട്. അതുകൂടാതെ ഇപ്പൊ നമ്മൾ സ്റ്റാക്കിൽ നിന്നും പോപ്പ് ചെയ്ത 9 കൂടെ വന്നു. അടുത്ത സ്റ്റെപ്പ് 9ലോട്ട് പോയി. സ്റ്റെപ്പ് 9ലോട്ട് പോകുമ്പോഴത്തേനും അവിടെ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാക്കിലെ ടോപ്പിലെ എലമെന്റ് അതായത് 4നെ പോപ്പ് ചെയ്തു. അതിനുശേഷം അത് വിസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ വിസിറ്റ് ഓഫ് 4 എന്ന് പറഞ്ഞ ട്രൂ ആക്കി. ഇനി 4ന് അഡ്ജസന്റ് ആയിട്ടുള്ള നോഡുകളെ കണ്ടുപിടിക്കണം. അതെന്ന് പറഞ്ഞാൽ 7 മാത്രമേ ഉള്ളൂ. ആ 7 എന്ന് പറയുന്നത് നമ്മൾ വിസിറ്റ് ചെയ്യാത്ത നോഡാണ്. അങ്ങനെ വിസിറ്റ് ചെയ്യാത്ത നോഡായതുകൊണ്ട് ആ 7 എന്ന് പറയുന്ന നോഡിനെ സ്റ്റാക്കിനകത്ത് പുഷ് ചെയ്യണം. അപ്പൊ തൊട്ട് മുമ്പേ സ്റ്റാക്കിനകത്ത് 5ഉം 4ഉം ഉണ്ടായിരുന്നു. 4നെ പോപ്പ് ചെയ്തു, 7നെ പുഷ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ സ്റ്റാക്കിലെ എലമെന്റ് 5ഉം 7ഉമായി ടോപ്പിലെ വാല്യൂ 1. ട്രാവേഴ്സൽ നോഡ് നോക്കുകയാണെങ്കിൽ തൊട്ട് മുമ്പേ ഉണ്ടായിരുന്ന 1 മുതൽ 9 വരെയുള്ള നോഡ് അതുപോലെയുണ്ട്. അതുകൂടാതെ ഇവിടെ നമ്മൾ പോപ്പ് ചെയ്ത 4 കൂടെ വന്നു. അടുത്ത സ്റ്റെപ്പിലോട്ട് പോയി വീണ്ടും സ്റ്റാക്കിലെ ടോപ്പ് എലമെന്റ് നോക്കി അത് 7. ആ 7നെ പോപ്പ് ചെയ്തു. ഇനി 7 അഡ്ജസന്റ് ആയിട്ടുള്ള വിസിറ്റ് ചെയ്യാത്ത നോഡുകളെ കണ്ടുപിടിക്കണം. 7 അഡ്ജസന്റ് ആയിട്ടുള്ള 2 നോഡുണ്ട്, 5ഉം 8ഉം. പക്ഷെ ഈ 5ഉം 8ഉം നമ്മൾ പല സമയങ്ങളുണ്ടാവും. വിസിറ്റ് ഓഫ് 5 ഇവിടെ ട്രൂ ആക്കിയിട്ടുണ്ട്, വിസിറ്റ് ഓഫ് 8 ഇവിടെ ട്രൂ ആക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 5ഉം 8ഉം നമ്മൾ വിസിറ്റ് ചെയ്ത നോഡുകളാണ്. അങ്ങനെ വിസിറ്റ് ചെയ്ത നോഡുകളായതുകൊണ്ട് സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യേണ്ട, പകരം വിസിറ്റ് ഓഫ് 7 ട്രൂ ആക്കി സ്റ്റാക്കിലെ ടോട്ടൽ എലമെന്റ്സിനെ നോക്കുകയാണെങ്കിൽ ഒരു എലമെന്റേ ഉള്ളൂ. തൊട്ട് മുമ്പേ 2 എലമെന്റ് ഉണ്ടായിരുന്നു. ആ 7നെ പോപ്പ് ചെയ്തു. ഇനി ബാക്കി 5 മാത്രം. ടോപ്പിലെ വാല്യൂ നോക്കുവാണെങ്കിൽ 0 എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് സ്റ്റാക്കിലെ 0th പൊസിഷനുള്ള 5 എന്ന് പറയുന്ന വാല്യൂ ആണ് ടോപ്പ് എലമെന്റ് അല്ലെങ്കിൽ ലാസ്റ്റ് വന്ന എലമെന്റ്. ട്രാവേഴ്സൽ നോഡ് നോക്കുവാണെങ്കിൽ തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന 1 മുതൽ 4 വരെയുള്ള നോഡുകൾ അതുപോലെ അവിടെ ഉണ്ട്. അതുകൂടാതെ പുതിയൊരു നോഡ് 7ഉം കൂടെ വന്നു. അടുത്ത റൗണ്ടിൽ വീണ്ടും സ്റ്റാക്കിന്റെ ടോപ്പ് എലമെന്റിനെ നോക്കും. അത് 5 ആണ്. ആ 5നെ പോപ്പ് ചെയ്യും. ഈ 5ന്റെ കേസിൽ 5 എന്ന് പറയുന്ന നോഡ് നേരത്തെ വിസിറ്റ് ചെയ്ത നോഡാണ്. എന്ന് പറഞ്ഞാൽ വിസിറ്റ് ഓഫ് 5 ഈക്വൽ ടു ട്രൂ എന്ന് നേരത്തെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ 5നെ ട്രാവേഴ്സൽ നോഡിലോട്ട് എടുക്കേണ്ട കാര്യമില്ല. നേരത്തെ നമ്മൾ എടുത്തിട്ടുണ്ട്, ട്രാവേഴ്സൽ നോഡായിട്ട് 5നെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 5ന്റെ അഡ്ജസന്റ് നോഡ് നോക്കുവാണെങ്കിൽ 6ഉം 8ഉം. ഈ 6 എന്ന് പറയുന്ന നോഡ് നേരത്തെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് വിസിറ്റ് ഓഫ് 6 ട്രൂ ആക്കിയിട്ടുണ്ട്. 8 എന്ന് പറയുന്ന നോഡ് നേരത്തെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് വിസിറ്റ് ഓഫ് 8 ട്രൂ ആക്കിയിട്ടുണ്ട്. അപ്പോൾ 5ന് അഡ്ജസന്റ് ആയിട്ടുള്ള വിസിറ്റ് ചെയ്യാത്ത നോഡുകളില്ല. അങ്ങനെ നോഡുകൾ ഇല്ലാത്തതുകൊണ്ട് സ്റ്റാക്കിനകത്തോട്ട് പുഷ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ സ്റ്റാക്കിൽ ഉണ്ടായിരുന്ന ഒരു എലമെന്റിനെ പോപ്പ് ചെയ്യുകയും ചെയ്തു, പുതിയ എലമെന്റ് ഒന്നും പുഷ് ചെയ്തതുമില്ല. അപ്പൊ സ്റ്റാക്ക് എം ടി ആയി. സ്റ്റാക്ക് എം ടി ആകുമ്പോൾ ടോപ്പിന്റെ വാല്യൂ -1. നേരത്തെ ഉണ്ടായിരുന്ന 0യിൽ നിന്ന് ഒരു -1 കൂടെ മൈനസ് ചെയ്യുമ്പോൾ ടോപ്പ് -1 ആയി, സ്റ്റാക്ക് എം ടി ആയി. നേരത്തെ നമ്മൾ പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് സ്റ്റെപ്പും തേർഡ് സ്റ്റെപ്പും സ്റ്റാക്ക് എം ടി ആകുന്നത് വരെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം സ്റ്റാക്ക് എം ടി ആകുന്നവരെ റിപ്പീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി. അപ്പോൾ കംപ്ലീറ്റ് ആയ സമയത്ത് നമുക്ക് കിട്ടിയ ട്രാവേഴ്സൽ പാത്ത് എന്ന് പറഞ്ഞത് ഇതാ 1 മുതൽ 7 വരെയുള്ള ഈ ഒരു ഓർഡർ. അപ്പം ഈ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് നോഡ് 1 ആയിട്ട് എടുത്തുകൊണ്ടുള്ള ട്രാവേഴ്സൽ പാത്ത് എങ്ങനെ വരും എന്നുള്ള കേസാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ സ്റ്റാർട്ടിംഗ് നോഡ് 2ഓ 3ഓ 8ഓ ഒക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴുള്ള ട്രാവേഴ്സൽ പാത്ത് എങ്ങനെ വരും എന്നുള്ളതൊന്ന് കണ്ടുപിടിച്ച് നോക്കുക. ഓക്കെ, താങ്ക് യു.